Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാഫിക് എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ് ട്രാഫിക് സിഗ്നൽസ്. എല്ലാവർക്കും അറിയാലോ, ട്രാഫിക് സിഗ്നൽസ് നമ്മൾ ട്രാഫിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഇത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ടോപ്പിക് കൂടിയാണ്. എന്നാൽ ബിഗിനേഴ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആകും ഈ ക്ലാസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എക്സ്പെർട്ടൈസ് ആണെങ്കിലും നിങ്ങൾ PSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിന് തക്കവണ്ണം ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് നോട്ട്സ് എല്ലാം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണ് ട്രാഫിക് സയൻസ്, ഏതൊക്കെ ടൈപ്പാണ്, അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. നമുക്കറിയാം ട്രാഫിക് സയൻസ് അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സൈസിങ് കൺട്രോൾ ഓൺ ഓർ പാസിംഗ് ഇൻഫോർമേഷൻ ടു ദ റോഡ് യൂസേഴ്സ്. റോഡ് യൂസേഴ്സ് അതിപ്പോൾ പെഡസ്ട്രിയൻസ് ആയാലും അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ആയാലും ആരൊക്കെയാണോ റോഡ് യൂസ് ചെയ്യുന്നത് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാഫിക് സിഗ്നൽസ് അസൈൻ ചെയ്തിട്ടുള്ളത്. അവരുടെ മൂവ്മെന്റ്സിന് അല്ലെങ്കിൽ അവർക്ക് റെഗുലേഷൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് കൊടുക്കാൻ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ട്രാഫിക് സയൻസ് യൂസ് ചെയ്യുന്നത്. അതായത് റോഡ് റൂൾസ് ആളുകൾക്ക് ഒന്നും കൂടെ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാഫിക് സയൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് 3 ടൈപ്പ് ഓഫ് സിഗ്നൽസ് ആണുള്ളത്. ഫസ്റ്റ് വൺ റെഗുലേറ്ററി സിഗ്നൽസ്, ആൻഡ് സെക്കൻഡ് വൺ വാർണിംഗ് സിഗ്നൽ, ആൻഡ് നെക്സ്റ്റ് ഇസ് ഇൻഫോർമേറ്റീവ് സിഗ്നൽ. ഓക്കെ, അപ്പം നമ്മളതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടും സൈസ് അനുസരിച്ചിട്ടും കളർ അനുസരിച്ചിട്ടും അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലാണ് നമ്മൾ സയൻസ് യൂസ് ചെയ്യുന്നത് അതൊക്കെ വെച്ചിട്ടാണ് ഈ 3 ക്ലാസിഫിക്കേഷൻസും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ 3 ക്ലാസിഫിക്കേഷൻസ്, അതായത് റെഗുലേറ്ററി സയൻസ്, വാർണിംഗ് സയൻസ് ആൻഡ് ഇൻഫോർമേറ്റീവ് സയൻസ് വിത്ത് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ ട്രാഫിക് സിഗ്നൽസ് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: റെഗുലേറ്ററി സിഗ്നൽസ്, വാർണിംഗ് സൈൻ ആൻഡ് ഇൻഫോർമേറ്റീവ് സൈൻസ്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ലൊക്കേഷൻ അല്ലെങ്കിൽ സൈസ്, ഷേപ്പ് ഓഫ് ദി സൈൻ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഫസ്റ്റ് വൺ റെഗുലേറ്ററി സയൻസ് ആണ്. റെഗുലേറ്ററി സയൻസിനെ നമുക്ക് മാൻഡേറ്ററി സയൻസ് എന്നും പറയാം. ഇത് ചില സമയത്ത് ചില എക്സാംസിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. റെഗുലേറ്ററി സയൻസ് അല്ലെങ്കിൽ റെഗുലേറ്ററി സയൻസിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? അതാണ് മാൻഡേറ്ററി സയൻസ്, മാൻഡേറ്ററി സിഗ്നൽസ് എന്നും നമുക്ക് പറയാം. ആൻഡ് ഇത് നമ്മൾ ഫോർ ദ സേഫ്റ്റി ഓഫ് റോഡ് യൂസേഴ്സ് ആണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഓഫ് അതർ റോഡ് യൂസേഴ്സ് ആണ്. അതായത് ഡ്രൈവറെക്കാളും മറ്റുള്ള റോഡ് യൂസേഴ്സിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈവർക്ക് നമ്മളൊരു റെഗുലേഷൻ കൊടുക്കുകയാണ് ഇൻ ഓർഡർ ടു മേക്ക് ദ സേഫ്റ്റി ഓഫ് അതർ റോഡ് യൂസേഴ്സ്. അതാണ് റെഗുലേറ്ററി സയൻസ്. ആൻഡ് ഈ റെഗുലേറ്ററി സയൻസ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ലെജൻഡ് ആയിരിക്കും ഓൺ എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആൻഡ് ദേ ആർ സർക്കുലർ ഇൻ ഷേപ്പ് വിത്ത് റെഡ് ബോർഡേഴ്സ്. സർക്കുലർ ഷേപ്പ് ആയിരിക്കും, റെഡ് ബോർഡേഴ്സിൽ ആയിരിക്കും. അപ്പോൾ ഇത് ജനറലി ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ, ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, ബ്ലാക്ക് ലെജൻഡ്സ് ആയിരിക്കും ആൻഡ് റെഡ് ബോർഡേഴ്സ് ആയിരിക്കും. എന്നാൽ എക്സെപ്ഷൻസ് വരാറുണ്ട്. അപ്പം നമുക്ക് ഈ റെഗുലേറ്ററി സയൻസിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: റേറ്റ് വേ ഓഫ് സീരീസ്, മൂവ്മെന്റ് സീരീസ്, സ്പീഡ് സീരീസ്, അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് പാർക്കിംഗ് സീരീസ് ആൻഡ് പെഡസ്ട്രിയൻ സീരീസ്, മിസ്സലേനിയസ്. ഇങ്ങനെ വീണ്ടും നമ്മൾ റെഗുലേറ്ററി സയൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് വൺ. അപ്പം ഞാൻ ഇനി പറയുന്നത് റെഗുലേറ്ററി സയൻസിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ റേറ്റ് ഓഫ് വേ സീരീസ്. റേറ്റ് ഓഫ് വേ സീരീസ് എന്ന് പറഞ്ഞാൽ they are assigned the right of way to the selected approaches of an intersection. അതായത് സ്റ്റോപ്പ് സൈന്, അതുപോലെ തന്നെ ഗീവ് വേ സൈന്, ഇതൊക്കെയാണ് റൈറ്റ് വേ ഓഫ് സീരീസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതെന്താണെന്ന് ഞാനൊന്നും കൂടെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മേജർ റോഡും മൈനർ റോഡും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ എന്ത് വേണം? മൈനർ റോഡിലെ ഡ്രൈവർക്ക് നമ്മളൊരു ഗീവ് വേ
ഗീവ് വേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിഗ്നൽ വെക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ മേജർ റോഡിലുള്ള വണ്ടികളുടെ പാസിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് മൈനർ റോഡിലുള്ള വണ്ടി മേജർ റോഡിലേക്ക് കയറ്റേണ്ടത്. അപ്പോൾ ഗീവ് വേ സിഗ്നലാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈവേഴ്സിന് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം. അതായത് രണ്ട് മേജർ റോഡ് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ആരാണ് ട്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ആളാണ് തീരുമാനിക്കേണ്ടത് ഏത് റോഡിനാണ്. അക്കോർഡിംഗ് ടു ദ ട്രാഫിക് കൂടുതലുള്ള റോഡിനായിരിക്കും നമ്മൾ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ ട്രാഫിക് കുറവുള്ള റോഡിന് നമ്മൾ സ്റ്റോപ്പ് സിഗ്നൽ കൊടുക്കും. അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ട്രാഫിക് കൂടുതലുള്ള റോഡിലെ ട്രാഫിക് ഏകദേശം തീർന്നതിന് ശേഷമാണ് നമ്മൾ വീണ്ടും സിഗ്നൽ ആ വണ്ടി പോവാൻ അലോ ചെയ്യുള്ളൂ. അതാണ് സ്റ്റോപ്പ് സിഗ്നൽ. അപ്പൊ ഇങ്ങനെ റൈറ്റ് ഓഫ് വേ സീരീസിൽ വരുന്നതാണ് ഗീവ് വേ സിഗ്നലും സ്റ്റോപ്പ് സിഗ്നലും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നെക്സ്റ്റ് വൺ സ്പീഡ് സീരീസ് വളരെ സിമ്പിൾ ആണ്. സ്പീഡ് ലിമിറ്റ് കാണിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു റെഗുലേറ്ററി സൈൻസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ലെജൻഡ് വിത്ത് റെഡ് ബോർഡേഴ്സ്. എന്നാൽ സ്റ്റോപ്പ് സിഗ്നൽ മാത്രം നമ്മളൊരു ഒക്ടഗൺ ഷേപ്പിലാണ് ഉണ്ടാവുക. ആൻഡ് അത് ഒക്ടഗൺ ഷേപ്പിലാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ റെഗുലേറ്ററി സീരീസും നമ്മൾ സർക്കുലർ ഷേപ്പിലാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് സ്പീഡ് സീരീസ് ആണ്. സ്പീഡ് സീരീസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പീഡ് ലിമിറ്റ് കാണിക്കാനാണ്. അതിപ്പോൾ ഓരോ വെഹിക്കിൾ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ഓരോ ടെറൈൻ അനുസരിച്ചിട്ടും റോഡിലുള്ള സ്പീഡ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ 20 km/h എന്ന് പറയുന്നത് 20 km/h ആണ് ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള സ്പീഡ് എന്നാണ് പറയുന്നത്. നമ്മൾ ടണൽ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലത്തും എത്തുമ്പോൾ പല സ്പീഡായിരിക്കും. അപ്പോൾ ഓരോ ടെറൈന് മാറുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ ഓരോ വെഹിക്കിൾസിനും ഒക്കെ സ്പീഡ് ലിമിറ്റ് പ്രത്യേകം നമ്മൾ ട്രാഫിക് ഡിസൈൻസിൽ കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് നോക്കൂ മൂവ്മെന്റ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് ടേൺ സൈൻസ്, അതായത് യു ടേൺ, അതുപോലെ തന്നെ അലൈൻമെന്റ് സൈൻസ്, എക്സ്ക്ലൂഷൻ സൈൻസ്, ഏതൊക്കെ വണ്ടിനെ അവിടെ കയറാൻ പറ്റും കയറാൻ പറ്റൂല എന്നുള്ളതൊക്കെ മൂവ്മെന്റ് സീരീസിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൈറ്റിലോട്ട് പോവുക, ലെഫ്റ്റിലോട്ട് പോവുക, അതുപോലെയുള്ള വെഹിക്കിളിന്റെ മൂവ്മെന്റ് എങ്ങനെയൊക്കെ വേണം, അല്ലെങ്കിൽ എവിടെയാണ് ഒരു സിഗ്നൽ ഇല്ലാത്തൊരു ടേണിംഗിൽ എങ്ങനെയാണ് ടേൺ ചെയ്യേണ്ടത്, യു ടേൺ ഒക്കെ ആണെങ്കിൽ അതൊക്കെ കാണിക്കുന്നത് മൂവ്മെന്റ് സീരീസ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ്. ഇതുപോലത്തെ ട്രാഫിക് അതുപോലെ തന്നെ 1 വേ റോഡാണോ 2 വേ റോഡാണോ എന്നുള്ളതൊക്കെ ഇത്തരം സിഗ്നൽസ് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പാർക്കിംഗ് സീരീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം പാർക്കിംഗ് ഏരിയാസ് ഉണ്ടാവും, നോ പാർക്കിംഗ് ഏരിയാസ് ഉണ്ടാവും. അതുപോലെ തന്നെ ചില ഏരിയാസിൽ നൈറ്റിൽ പാർക്കിംഗ് അലൗ ആയിരിക്കും, ഡേ ടൈമിൽ അലൗ ആവില്ല. ചില ഏരിയാസിൽ ബസ്സസിന് മാത്രം പാർക്കിംഗ് അലൗ ആയിരിക്കും, ചിലതിൽ കാറിന് മാത്രം. അതൊക്കെയാണ് പാർക്കിംഗ് സീരീസിൽ വരുന്നത്. അതായത് പാർക്കിംഗ് എവിടേക്കാണ് പെർമിറ്റ് ചെയ്തിട്ടുള്ളത്, റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടതാണ് പാർക്കിംഗ് സീരീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പെഡസ്ട്രിയൻ സീരീസ്. ഇത് ലെജൻഡും വരും, അതുപോലെ തന്നെ സിമ്പിൾ സൈൻസും അതിന് വരാറുണ്ട്. ആൻഡ് ദീസ് ആർ ഫോർ ദ സേഫ്റ്റി ഓഫ് പെഡസ്ട്രിയൻ ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് സൈൻസ് ഇൻഡിക്കേറ്റ് പെഡസ്ട്രിയൻ ഓൺലി റോഡ്സ്, പെഡസ്ട്രിയൻ ക്രോസിംഗ് സൈറ്റ്സ്, അതായത് പെഡസ്ട്രിയൻ റോഡ്സ് അതുപോലെ തന്നെ പെഡസ്ട്രിയന് ക്രോസ് ചെയ്യുന്ന സീബ്ര ക്രോസസ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെഡസ്ട്രിയൻ സീരീസിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ മിസ്ലേനിയസ്. ഇതൊന്നും കൂടാതെ നമ്മൾ ഈ പറഞ്ഞ റെഗുലേറ്ററി സയൻസിൽ ഇതൊന്നും കൂടാതെ വരുന്ന മിസ്ലേനിയസ് ഉണ്ട്. അത് വരുന്നതാണ് കിപ്പ് ഓഫ് മീഡിയൻ ഒക്കെ അതിൽ വരുന്നതാണ്. അതായത് നമ്മൾ ആ ഒരു ഇന്റർചേഞ്ച് കടന്ന് വെഹിക്കിൾസ് അപ്പുറം പോകാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ചില വെഹിക്കിൾസ് ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ക്യാരി ചെയ്യുന്ന വെഹിക്കിൾസ് ചില റോഡിലൂടെ പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഹൈറ്റ് ലിമിറ്റ് ഇത്ര ഹൈറ്റുള്ള വെഹിക്കിൾസ് മാത്രമാണ് ഈ റോഡിലൂടെ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സയൻസാണ് മിസ്ലേനിയസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് റെഗുലേറ്ററി സയൻസ്. നെക്സ്റ്റ് വരുന്നത് വാർണിംഗ് സയൻസ് ആണ്. വാർണിംഗ് സയൻസ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർക്കൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാണ്. അതായത് ആ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് വേണം പിന്നീടുള്ള ഡ്രൈവറുടെ മൂവ്മെന്റ്. ഇപ്പോൾ ഇതിൽ നോക്കൂ, ഇത് വരുന്നത് ടേൺ റൈറ്റ്, അതുപോലെ തന്നെ നാരോ പാത്താണ് ഇനി വരുന്നത്. അതിനനുസരിച്ചിട്ടുള്ള വെഹിക്കിൾസ് മാത്രമേ അതിലൂടെ പോകാൻ പാടുള്ളൂ. അതുപോലെ അടുത്ത റെയിൽവേ ട്രാക്കാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം ഡ്രൈവർ മൂവ്മെന്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് വാർണിംഗ് സയൻസ്. വാർണിംഗ് കൊടുക്കാണ് ഡ്രൈവർക്ക്. ഓക്കെ,
നെക്സ്റ്റ് വൺ ഇൻഫോർമേറ്റീവ് സയൻസ്. ഇൻഫോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസൈർഡ് ഡെസ്റ്റിനേഷൻ ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഏരിയയിൽ പുതിയ ആളാണ്, നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിൽ നമുക്ക് ഇൻഫോർമേറ്റീവ് സയൻസ് വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഹോട്ടല്, അതുപോലെ തന്നെ അവിടെയുള്ള പെട്രോൾ പമ്പൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു പുതിയ ഏരിയയിൽ നമുക്കറിയില്ല. അപ്പം അത്തരം ഏരിയാസിൽ നമ്മൾ ഇൻഫോർമേറ്റീവ് സയൻസ് ട്രാഫിക് സിഗ്നൽസ്, ട്രാഫിക് പോലീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യാം. അതിനെയാണ് ഇൻഫോർമേറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നമ്മുടെ റൂട്ട് മാർക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻസ്, അതിന് മൈൽ പോസ്റ്റ്, സർവീസ് ഇൻഫോർമേഷൻസ്, റിക്രിയേഷൻ പോസ്റ്റ്, അതായത് പാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇൻഫോർമേറ്റീവ് സയൻസിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് സയൻസ് ഫോർ എക്സാമ്പിൾ ഇതിപ്പം റെപ്രസെന്റ് ചെയ്യുന്നത് പെട്രോൾ പമ്പ് അടുത്തുണ്ട്, അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ ഉണ്ട്, ആൻഡ് NH8 എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന ആ ഒരു റോഡ് ഏതാണോ അതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ബൂത്ത് ഹെഡ്. അതുപോലെ ഇത് യുണീക്ക് ആയിട്ട് ഡിസൈൻ ചെയ്യാറുണ്ട്. ജനറലി ഇത് നമ്മളൊരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ലെജൻഡിലാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് ട്രാഫിക് സിഗ്നൽസ് ഉള്ളത്. അപ്പോൾ ഇതിൽ മാൻഡേറ്ററി സിഗ്നൽസ് വരുന്നത് റെഗുലേറ്ററി സയൻസ് ആണ്. ആൻഡ് ഈ റെഗുലേറ്ററി സയൻസ് നമ്മൾ ഒബേ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ലീഗൽ അതോറിറ്റിക്ക് നമ്മുടെ പേരിൽ അത് ഫൈൻ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ട്രാഫിക് സിഗ്നൽസിൽ സാധാരണയായിട്ട് നമ്മൾ ട്രാഫിക് എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ട്രാഫിക് സിഗ്നൽസിൽ ഇത്രയൊക്കെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറയാറുള്ളത്. ആൻഡ് ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ലെസൺ ഉള്ളത്. ഇത് നമ്മുടെ 3rd തിയറി ക്ലാസ് ആണ്. ഈ വീഡിയോ സീരീസിലെ 3rd തിയറി ക്ലാസ് ആണ്. ഇനിയും ഇതുപോലത്തെ നല്ല ക്ലാസ്സുകളായിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഇതുവരേക്കും എല്ലാവരും ഈ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എൻ്റെ അക്കാദമീൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.